നമസ്കാരം, സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകളിൽ. കേരളം ചോദിക്കുന്നു, ഈ നാട്ടിൽ മനുഷ്യന് ജീവിക്കണ്ടേ? വന്യജീവി ആക്രമണത്തിൽ 24 മണിക്കൂറിനിടെ പൊലിഞ്ഞത് 3 ജീവനുകൾ. 50 ലക്ഷം നഷ്ടപരിഹാരം വേണമെന്ന കക്കയത്ത് മരിച്ച എബ്രഹാമിന്റെ കുടുംബം. അതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാനയിറങ്ങി. വന്യജീവി പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഉന്നതതല സമിതി. മുഖ്യമന്ത്രി ചെയർമാൻ, വനമന്ത്രി കൺവീനർ. ഇടുക്കിയിൽ DFO വിളിച്ച ഉന്നത യോഗവും ഇന്ന്. ജനങ്ങൾക്ക് സുരക്ഷ നൽകാൻ സർക്കാരിനും ഉദ്യോഗസ്ഥർക്കും ഉത്തരവാദിത്തമെന്ന് MM മണി. അഭിമാന കുതിപ്പിൽ കൊച്ചി മെട്രോ. തൃപ്പൂണിത്തുറ ടെർമിനൽ പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. ആദ്യ സർവീസ് ഭിന്നശേഷി വിദ്യാർത്ഥികളുമായി ആലുവയിലേക്ക്. മെട്രോ നെടുമ്പാശ്ശേരിക്ക് നീട്ടാൻ ആലോചനയുണ്ടെന്ന് മന്ത്രി P. രാജീവ്. കൊയിലാണ്ടി കാപ്പിൽപ്പാടത്ത് വെള്ളമില്ല. ഏക്കർ കണക്കിന് കൃഷി കരിയുന്നു. ജലസേചനത്തിനായി പഞ്ചായത്ത് നിർമ്മിച്ച തോട് അശാസ്ത്രീയമെന്നും കർഷകർ. പ്രതിസന്ധിയിൽ അപ്പർ കുട്ടനാട്ടിലെ നെൽകർഷകർ. വിശദമായ വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം വ്യാപകമാകുന്നു. 24 മണിക്കൂറിനിടെ വ്യത്യസ്ത വന്യജീവി ആക്രമണങ്ങളിൽ പൊലിഞ്ഞത് 3 ജീവനുകളാണ്. കോഴിക്കോട് കക്കയത്ത് എബ്രഹാം എന്നയാൾ കാട്ടുപോത്ത് ആക്രമണത്തിലാണ് മരണപ്പെട്ടത്. തൃശൂർ ജില്ലയിലെ അതിരപ്പള്ളിയിൽ വത്സര മരണപ്പെട്ടത് കാട്ടാന ആക്രമണത്തിലാണ്. ഇന്ന് വെളുപ്പിനെ മലപ്പുറം മഞ്ചേരിയിൽ കാട്ടുപന്നി കുറുകെ ചാടി അപകടത്തിൽപ്പെട്ടാണ് ഓട്ടോ ഡ്രൈവർ ഷെഫീഖ് മരണപ്പെടുന്നത്. കഴിഞ്ഞ 3 ആഴ്ചയ്ക്കിടെ 8 പേരാണ് വന്യമൃഗാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഒരാഴ്ച മുമ്പ് അപ്പ പറമ്പിൽ പോയപ്പം അത് എടുക്കാൻ വേണ്ടി പോയപ്പം ഇതുങ്ങൾ വന്ന് അപ്പനെ ഓടിച്ച് മരത്തിൽ കയറ്റുകയാണ് ഉണ്ടായിരുന്നത്. അന്നേരം ഫോറസ്റ്റുകാരോട് പോയി പറഞ്ഞു. അതിട്ട് അവരിതുവരെ ഒരു നടപടി എടുത്തിട്ടില്ലായിരുന്നു. അന്ന് ഇതുങ്ങളെ ഇവിടുന്ന് എടുത്തുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ ഈ കുടുംബത്തിന് ഇതൊന്നും ഉണ്ടാവില്ല. ഈ കുടുംബത്തിൻ്റെ അത്താണിയാണ് ഞങ്ങളുടെ പപ്പ. ഇവിടെ ഇപ്പോൾ ഞങ്ങളെ സ്കൂൾ അടച്ചു വന്നാലും എന്താവശ്യത്തിന് വന്നാലും പപ്പയാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പം പപ്പ ഉണ്ടെങ്കിൽ ഇവിടെ ആളാർക്കേ ഉള്ളൂ. ഇനിയിപ്പോൾ ആളാർക്കില്ല. പപ്പ പോയി. വിഷമമുണ്ട്. അദ്ദേഹം പറഞ്ഞിരുന്നോ ഈ പോത്തോടിച്ച കാര്യം? പറഞ്ഞിരുന്നു. എല്ലാവരോടും പറഞ്ഞിരുന്നു. ഫോറസ്റ്റുകാരോട് പറഞ്ഞപ്പോൾ അവർ സമയത്തായിരുന്നു സംഭവം ഉണ്ടായിരുന്നു. അത് ഒരു വൈകുന്നേരം ഒരു സമയത്താണ്. അന്നേരം പപ്പ എനിക്ക് ഫോണുണ്ട്. അപ്പോൾ എന്നെ ഫോണിൽ ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു ഇങ്ങനെ സംഭവമുണ്ട്, എന്നെ കാട്ടോട്ട് തോലിച്ച് മരത്തെ കയറ്റി. അന്ന് രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് അതായത് ഈ ഡാമിൻ്റെ അവിടുന്ന് ഒരമ്മേനെ 2 മക്കളെ ആക്രമിച്ച കാട്ടുപോത്തിനെ ഇതുവരെ ഫോറസ്റ്റുകാർക്ക് പിടിക്കാനോ ഒന്നും ആക്കാനോ ആയിട്ടില്ല. ആക്രമിക്കാൻ പിടിക്കാൻ പറ്റിയിട്ടില്ല. ഇവിടുത്തെ ആൾക്കാർക്ക് ജീവിക്കണ്ടേ? ഞാൻ ആദ്യം എൻ്റെ ഒരു സുഹൃത്ത് പുളിക്കലെ PS എന്ന് പറഞ്ഞ ഒരാൾ എന്നെ വിളിച്ച് പറയട്ടെ ഇങ്ങനെ അവറാഞ്ചേട്ടനെ കാട്ടുപോത്ത് കുത്തി എന്ന് പറഞ്ഞപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ ഓട്ടോറിക്ഷ എടുത്ത് ഇവിടെയാണ് നമ്മൾ, ഇതും ചെറിയൊരു ഫോറസ്റ്റ് പോലെയാണ് ഇതിന് മുകളിൽ. അപ്പോൾ ഇവിടേക്കാണ് ഞാൻ ഓടി കയറിയത് ആദ്യം. പക്ഷെ ആ പറമ്പിന്റെ കാര്യം നമ്മളത്ര ചിന്തിക്കുന്നില്ല. ഇവിടെ വന്നപ്പോൾ ഇവിടെ ആരെയും കാണാതെ വന്നപ്പോഴാണ് ഞാൻ ഓട്ടോറിക്ഷ എടുത്ത് അങ്ങാടി പോകുമ്പോൾ ഫോറസ്റ്റിന്റെ വണ്ടി ലൈറ്റ് ഇട്ടിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി മുകളിൽ തന്നെയാണ് സംഭവം നടന്നതെന്ന്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം വിചാരിച്ചിട്ടില്ല. സാധാരണ ഒന്ന് തട്ടിയിട്ടോ എന്തേലും ഉണ്ടെന്ന് വിചാരിച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഈ അവറാജന്റെ അനിയനുണ്ട് ജോണീനെ ഞാൻ വിളിച്ചപ്പോഴാണ് ജോണി എന്നോട് പറഞ്ഞത് ചേട്ടൻ പോയി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് മനുഷ്യർക്ക്. ഒരു സന്ധ്യ ആയാലോ ആനയും കൊണ്ട് ഇവിടെ വിളയാട്ടാണ്. അവര് ഫോറസ്റ്റുകാരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് 2 പടക്കം പൊട്ടിക്കും. അത് പോയാലും പോയില്ലെങ്കിലും ഫോറസ്റ്റുകാർ പോയി. എബ്രഹാം നേരത്തെയും കാട്ടുപോത്ത് ആക്രമണം നേരിട്ടയാളാണ്. 3 ദിവസം മുമ്പ് കാട്ടുപോത്തിൽ നിന്ന് മരത്തിൽ കയറിയാണ് എബ്രഹാം രക്ഷപ്പെട്ടത്. വനംവകുപ്പിന് മുന്നറിയിപ്പ് നൽകിയിട്ടും ഇടപെട്ടില്ലെന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു. എബ്രഹാമിന്റെ മരണത്തോടെ പ്രതിഷേധം ശക്തമാവുകയാണ്. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും കുടുംബത്തിൽ ഒരാൾക്ക് ജോലി നൽകണമെന്നടക്കമുള്ള ആവശ്യങ്ങളാണ് കുടുംബം ഉന്നയിക്കുന്നത്. എന്നാൽ ഇത് അംഗീകരിക്കാൻ ആകില്ല എന്നാണ് ചർച്ചയിൽ കളക്ടർ സ്വീകരിച്ച നിലപാട്. CCFന്റെ നേതൃത്വത്തിൽ വീണ്ടും ചർച്ച നടത്തും. ഇതിനിടെ കക്കയത്ത് ആളെ കൊന്ന കാട്ടുപോത്തിനെ കണ്ടെത്തി മയക്കുവെടി വെക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടു. അതിരപ്പള്ളിയിൽ നിന്നും വീണ്ടും കാട്ടാന ഇറങ്ങി. എണ്ണപ്പനത്തോട്ടത്തിലിറങ്ങിയ കാട്ടാന പ്രദേശത്ത് ഭീതി വിതച്ച
നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇതിനിടെ അതിരപ്പള്ളിയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ച പ്രതിഷേധവും തുടരുകയാണ്. നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നിങ്ങൾ കലുഷിതമായിട്ടുള്ള ഈ നാട്ടില് പകല് ഈ ആന വന്ന ജനങ്ങൾക്ക് ഈ ഫോറസ്റ്റിന്റെ ഈ വാഹനം മാത്രമേ ഉള്ളൂ. ഈ ആന വരുന്ന കാര്യത്തിൽ പ്രതിരോധിക്കാനുള്ള സംവിധാനം ഒന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്നലെയും ഈ വത്സല എന്ന് പറയുന്ന ആ വയോധിയെ ചവിട്ടിക്കൊന്നിട്ട് ഒരു രീതിയിലും ആ വണ്ടി വിടരുത് ഒരു കാരണവശാലും ഞങ്ങൾ ഇതിനെ ശക്തമായി എതിർക്കും. ഞങ്ങൾ റോഡ് ഉപയോഗിക്കാൻ പോകും. ഫോറസ്റ്റിന് യാതൊരു വിധത്തിലുള്ള ഒരു വന്യമൃഗത്തിന് നേരിടാനുള്ള ഇപ്പൊ യൂത്തിൽ ചെന്ന് നോക്ക്, പഞ്ചാബിൽ ചെന്ന് നോക്ക്. നിങ്ങൾ അവിടെ എന്താ ചെയ്തിരിക്കുന്നത്? വന്യമൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത്? അവര് രാത്രിയായി കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ കറണ്ടും ഉണ്ടാവില്ല. അതിരപ്പള്ളിയിൽ കാട്ടാനാക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. കോൺഗ്രസ് ഇന്ന് കരിദിനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനിടെ വന്യജീവി ആക്രമണം തടയുന്നതിന് വനംവകുപ്പ് പ്രത്യേക യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. പത്തനംതിട്ടയിൽ കാട്ടുപന്നിയെ കണ്ട് ഭയന്നോടി കിണറ്റിൽ വീണ വീട്ടമ്മയെ രക്ഷപ്പെടുത്തി. 20 മണിക്കൂറിന് ശേഷമാണ് വീട്ടമ്മയെ രക്ഷിച്ചത്. ഏറത്ത് പരുത്തിപ്പാറയിൽ എലിസബത്ത് ബാബുവിനെയാണ് ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തിയത്. കിണറ്റിൽ വീണ കാര്യം അറിയാതെ വീട്ടുകാരും നാട്ടുകാരും തെരച്ചിൽ നടത്തുകയായിരുന്നു. ജനങ്ങൾക്ക് സുരക്ഷ നൽകേണ്ട ബാധ്യത സർക്കാരിനും ഉദ്യോഗസ്ഥർക്കും ഉണ്ടെന്ന് എം മണി. മനുഷ്യനെ കൊല്ലുന്ന മൃഗങ്ങളെയും കൊല്ലണം. ഇതിന് സർക്കാരും വനംവകുപ്പും നടപടിയെടുക്കണമെന്നും എം മണി ആവശ്യപ്പെട്ടു. പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ മകൻ അച്ഛനെ വെട്ടിക്കൊന്നു. ചിറയിൽ കോളനിയിൽ കറുപ്പനാണ് മരിച്ചത്. മകൻ സുഭാഷിനെ പോലീസ് പിടികൂടി. മദ്യലഹരിയിലായിരുന്നു കൊലപാതകം. മറ്റു വാർത്ത നോക്കാം. കൊച്ചി മെട്രോയുടെ 1ാം ഘട്ടത്തിലെ അവസാന സ്റ്റേഷനായ തൃപ്പൂണിത്തുറ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് തൃപ്പൂണിത്തുറയിൽ നിന്ന് ആലുവയിലേക്ക് ആദ്യ ട്രെയിനും ഫ്ളാഗ് ഓഫ് ചെയ്തു. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുമായി ആദ്യ യാത്ര പുറപ്പെട്ടു. കൊച്ചി മെട്രോ ചരിത്രമുറങ്ങുന്ന ഈ നഗരത്തിലേക്ക് എത്തുന്നുവെന്നതിൽ ഉള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. ചരിത്ര നഗരിയിലേക്ക് മെട്രോ സർവീസ് എത്തുന്നതിലൂടെ എറണാകുളം ജില്ലയുടെ പ്രധാന മേഖലകളിലൊന്നായ തൃപ്പൂണിത്തുറയും വികസന പാതയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ആദരണീയനായ പ്രധാനമന്ത്രി തയ്യാറായി എന്നതിലുള്ള സന്തോഷവും കൂടി ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തട്ടെ. നവമി ദിനേശിന്റെ വിവരങ്ങളുമായി പങ്കുവെക്കാൻ. നവമി, വളരെ സന്തോഷം നൽകുന്ന ഒരു നിമിഷം തന്നെയാണ്. നമുക്കറിയാം, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒരു സ്വപ്ന പദ്ധതി തന്നെയായിരുന്നു അതിപ്പോൾ തൃപ്പൂണിത്തുറയിലേക്ക് കൂടി നീട്ടിയിരിക്കുന്നു. എങ്ങനെയാണ് അവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രതികരണം? അവരുടെ സന്തോഷമൊക്കെ എങ്ങനെയാണ് പങ്കുവെക്കുന്നത്? മിഥുൻ, ഏറെ സന്തോഷത്തോടെയാണ് കൊച്ചിക്കാർ ഈ ഒരു ദിവസത്തെ വരവേൽക്കുന്നത്. കാരണം കൊച്ചിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അവിടുത്തെ ട്രാഫിക് തന്നെയായിരിക്കും. കൃത്യമായി നമുക്ക് ഓഫീസുകളിലോ സ്കൂളിലോ ഒന്നും എത്താത്ത തരത്തിലുള്ള ട്രാഫിക്കാണ് കൊച്ചിയെ സംബന്ധിച്ചുള്ളത്. അതിൽ നിന്നൊക്കെ മുക്തമായി സൗകര്യപ്രദമായി സുഖമായി AC-യിലിരുന്ന് യാത്ര ചെയ്യാം. അതും തൃപ്പൂണിത്തുറക്കാരെ സംബന്ധിച്ച് കൂടുതൽ സന്തോഷകരമായ ഒരു ദിവസം കൂടിയാണ്. എന്തായാലും കൃത്യം 10 മണിക്ക് തന്നെ പ്രധാനമന്ത്രി കൊൽക്കത്തയിൽ നിന്നും ഓൺലൈനായി പങ്കെടുത്തുകൊണ്ട് തന്നെ ഇത് ഔദ്യോഗികമായി ഫ്ളാഗ് ഓഫ് ചെയ്തു. ആദ്യ യാത്ര ഭിന്നശേഷിക്കാരായ കുട്ടികളുമായിട്ടായിരുന്നു. അതിനുശേഷം ടിക്കറ്റ് എടുത്തുകൊണ്ടുള്ള രണ്ടാമത്തെ ട്രെയിനും പുറപ്പെട്ടിട്ടുണ്ട്. 60 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ആലുവയിൽ നിന്നും തൃപ്പൂണിത്തുറ വരെ 75 രൂപയാണ്. ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 60 രൂപയാണ് KMRL ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ ലോക്നാഥ് ബെഹ്റ, ഒപ്പം തന്നെ മന്ത്രി P. രാജീവ്
MP ഹൈബി ഈഡൻ, കളക്ടർ ഉൾപ്പെടെയുള്ള പ്രമുഖരും വിശിഷ്ട വ്യക്തികളും ക്ഷണിക്കപ്പെട്ട അതിഥികളും ഇവിടെ എത്തിയിരുന്നു. ഇവരെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു സംരംഭം, ഈ ഒരു പുതിയ ടെർമിനൽ നാടിനായി സമർപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മന്ത്രി പി രാജീവ് മറ്റൊരു കാര്യം കൂടി ഇന്നത്തെ ചടങ്ങിൽ അറിയിക്കുകയും ചെയ്തു. നെടുമ്പാശ്ശേരി വരെ മെട്രോ നീട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചനകളും തുടങ്ങിയിട്ടുണ്ട് എന്നും അറിയിച്ചിട്ടുണ്ട്. ഇതും കൂടി എന്തായാലും കൊച്ചിക്കാരെ സംബന്ധിച്ച് ഇരട്ടി മധുരമായി ഇന്നത്തെ ദിവസം. തീർച്ചയായും അതുതന്നെയാണ് കൊച്ചി മെട്രോയുടെ മെട്രോ നെടുമ്പാശ്ശേരിയിലേക്ക് കൂടി നീട്ടുന്നതെന്നുള്ള സുപ്രധാന പ്രഖ്യാപനം കൂടി ഇന്നുണ്ടായിരുന്നു. മന്ത്രി പി രാജീവാണ് ഇത് സംബന്ധിച്ചുള്ള ആലോചനയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിയിക്കുകയും ചെയ്തത്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ഒരു ഇടവേളയ്ക്ക് ശേഷം വേഗം തിരിച്ചെത്താം. ഭൂമിയെ ആകാശവുമായി ബന്ധിപ്പിക്കുന്ന സർദാർ പട്ടേലിന്റെ ഈ വെങ്കല പ്രതിമ ഒരു തെളിവാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ നിർമ്മിക്കാനുള്ള കെൽപ്പ് ഇന്ത്യക്കുണ്ട് എന്നുള്ള കാര്യം മാത്രമല്ല, അത് അതിന്റെ റെക്കോർഡ് ബ്രേക്കിംഗ് വേഗതയിൽ നിർമ്മിക്കാൻ കഴിയും എന്നുള്ളത് കൂടി തെളിയിച്ചു. എവിടെയെങ്കിലും ഒരു എക്സ്പ്രഷനിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും ഉണ്ടായാൽ പോലും അത് വലിയ ജനരോഷത്തിന് കാരണമാകുമായിരുന്നു. ഈ സ്റ്റാച്യുവിന് കുറെ നാളുകളായി പഠനങ്ങൾ കണ്ടക്ട് ചെയ്തു വരികയായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തിന്റെ ആയിരക്കണക്കിന് ഫോട്ടോസ് മുഴുവനായും പരിശോധിച്ചു. പല പല ലെവൽസും ഏകദേശം 1 വർഷത്തോളം നോക്കി. ഈ പ്രതിമ 150 കിലോമീറ്റർ വേഗതയുള്ള കാറ്റിന് ഉചിതമായി രൂപകൽപ്പന ചെയ്തതാണ്. എല്ലാ സമ്മർദ്ദങ്ങളും കൈകാര്യം ചെയ്യാൻ ശക്തമാക്കി രൂപകൽപ്പന ചെയ്തു. 2018 ഒക്ടോബർ 31 സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉടനെ തന്നെ ഗുജറാത്തിലെ ഈ ഒരു ചെറിയ പ്രദേശമായ ഏക്താ നഗർ ലോക ഭൂപടത്തിൽ സ്ഥാനം പിടിച്ചു. എന്റെ ലക്ഷ്യം ആകർഷണം ഉണ്ടാക്കുക എന്നതായിരുന്നില്ല, ഒരു പ്രചോദനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യമായിരുന്നു എനിക്ക്. അതുകൊണ്ട് ഇതിന്റെ നിർമ്മാണത്തിന് മുമ്പുണ്ടായിരുന്ന ഒത്തൊരുമ എങ്ങനെയാണോ, നിർമ്മാണ സമയത്തും അതേ ഒത്തൊരുമ തന്നെ ഉണ്ടായി, നിർമ്മിച്ചതിന് ശേഷവും ഉണ്ടായി. പിന്നെ ആ സ്ഥലം മുഴുവൻ ഭാരതത്തിന്റെ ഏകതയുടെ പുണ്യസ്ഥലമായി മാറ്റണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ടായി. അവിടെ വരുന്ന ജനങ്ങൾ എന്താണോ ടൂറിസത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നത് അത് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലുണ്ട്. സ്ഥലത്തിന്റെ സോഷ്യൽ എക്കണോമി എപ്പോഴാണ് വളരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു ലാൻഡ്മാർക്ക് സ്ട്രക്ചറോ ഒരു ലാൻഡ്മാർക്ക് ഡെസ്റ്റിനേഷൻ വരുമ്പോൾ മാത്രമാണ്. കുറെ മാറ്റങ്ങൾ വന്നു. ഇതിനു മുമ്പ് സ്ത്രീകൾ വീട് വിട്ട് പുറത്തേക്ക് പോകില്ലായിരുന്നു. ഇപ്പോൾ സ്വന്തമായി സമ്പാദിച്ച് വീട് നോക്കാൻ പറ്റുന്നുണ്ട്. വീട്ടിലെല്ലാവരും അഭിനന്ദിക്കാൻ തുടങ്ങി. ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ഇതുപോലൊരു മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതേ ഇല്ല. നമ്മൾ മുന്നോട്ട് പോകും, പുതിയ ആളുകൾ വരും, കാലം മാറും, വർഷങ്ങൾ കടന്നു പോകും. എന്നാൽ വൈവിധ്യത്തിൽ ഈ മൂല്യങ്ങൾ നമ്മുടെ ഇന്ത്യക്കാർക്കുള്ളിൽ തീർച്ചയായും നിലനിൽക്കുമെന്നത് ഉറപ്പുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് സർദാർ പട്ടേലിന്റെ ഏകതാ പ്രതിമ പോലെ കാലത്തിന്റെ പരീക്ഷണത്തിന് ശേഷവും വർഷം തോറും ഉറച്ചു തന്നെ നിൽക്കുന്നു. ഇന്ത്യയുടെ ഐക്യം ഒരു പ്രസ്താവനയോ നമ്മൾ കേൾക്കുന്ന ഒന്നോ അല്ല, യാഥാർത്ഥ്യമാണ് എന്നതിന്റെ ഒരു പ്രതീകമായി ഇത് നിലനിൽക്കുന്നു. തലമുറ തലമുറയായി നമ്മൾ സംരക്ഷിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യം. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഈ വെങ്കല പ്രതിമ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ നിർമ്മിക്കാൻ ഇന്ത്യക്ക് കഴിയും എന്നുള്ളതിന്റെ തെളിവാണ്. എന്റെ ലക്ഷ്യം ആകർഷണം ഉണ്ടാക്കുക എന്നതായിരുന്നില്ല, ഒരു പ്രചോദനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യമായിരുന്നു എനിക്ക്. ഇത് ഗുജറാത്തിലെ ഒരു പുരോഗമനവും എത്താത്ത സ്ഥലങ്ങളാണ്. അതുമാത്രമല്ല, അവർക്കതിനുള്ള മിടുക്കും ഉണ്ടായിരുന്നില്ല. ഇത് വികസനത്തിന്റെയും മുന്നേറ്റത്തിന്റെയും ഒരു പ്രധാന പ്രതീകമാണ്. ഇന്ത്യയുടെ ഐക്യം ഒരു പ്രസ്താവനയോ നമ്മൾ കേൾക്കുന്ന ഒന്നോ അല്ല, യാഥാർത്ഥ്യമാണ് എന്നതിന്റെ ഒരു പ്രതീകമായി ഇത് നിലനിൽക്കുന്നു. മറ്റു വാർത്തകൾ നോക്കാം. കോഴിക്കോട് കൊയിലാണ്ടി മുച്ചുകുന്നിലെ കാപ്പിൽ പാടശേഖരത്തിൽ കൃഷി പ്രതിസന്ധിയിലായി. വേനൽ കടുത്തതോടെ നെൽകൃഷിക്ക് ആവശ്യമായ വെള്ളം ലഭിക്കുന്നില്ല. ഇതോടെ ഏക്കർ കണക്കിന് സ്ഥലത്തെ കൃഷിനാശത്തിന്റെ വക്കിലാണ്. ദിവസേന മോട്ടോർ വെച്ച് നനച്ചിട്ടും കതിരാവാൻ പാകമായ നെൽ ചെടികൾ കരിഞ്ഞുണങ്ങിയതായി കർഷകർ പരാതിപ്പെടുന്നു. കൃഷിക്കാവശ്യമായ ജലസേചനം ഒരുക്കാനായി പന്തലായനി ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച തോട് അശാസ്ത്രീയമാണെന്നും
നാട്ടുകാർ പറയുന്നു. മുച്ചുകുന്നിലെ കാപ്പിൽ പാടശേഖരത്തിൽ വേനൽ കടുത്തതോടെ നെൽകൃഷി കരിഞ്ഞുണങ്ങി നിലം വരണ്ട് ഉണങ്ങി വിണ്ടുകീറിയ നിലയിലാണ്. ഒരു തുള്ളി വെള്ളം പോലും ജലസേചനത്തിന്റെ ഭാഗമായി പന്തലായി ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച തോടിൽ നിന്നും ലഭിക്കുന്നില്ല. പാടത്തേക്കാൾ താഴ്ന്ന നിലയിൽ നിർമ്മിച്ച തോടിലൂടെ വെള്ളം ഒഴുകിപ്പോകുന്ന സ്ഥിതിയാണ്. തടഞ്ഞു നിർത്താനായി നിർമ്മിച്ച തടയണ ശാസ്ത്രീയമല്ലെന്നും കർഷകർ പറയുന്നു. പിന്നെ ഇതേ സംബന്ധിച്ച് പറയാൻ ഒരു ഗുണമില്ല. ഇത് നമുക്കടക്കം ദോഷം വരുന്ന പണി അവിടെ എടുത്തോട്ട് പോയത്. ഏത് കെട്ടും പറിച്ചിട്ട് എഞ്ചിനീയർ വാരി എഞ്ചിട്ട് പറഞ്ഞ് ഞാൻ കെട്ടിത്തരൂ, ഏത് കെട്ടിത്തരേ, അത് കെട്ടിത്തരുകയും ചെയ്തില്ല. എല്ലാം നാശകരപ്പെടുത്തിയിട്ട് അവിടുന്ന് പോയത് കഴിഞ്ഞു. ഇത് എന്തിനാ ഇത്രയെല്ലാം പൈസ, ഗവൺമെന്റിന്റെ പൈസ ഇവിടെ കൊണ്ടിട്ട് എന്ത് കാര്യത്തിന്? ഇവിടെ എത്ര നെല്ലുണ്ടാക്കുക, ഏക്കർ കണക്കിന് നെല്ലുണ്ടാക്കിയ ആളാ ഞാള്. അത്തലയ്ക്കുന്ന അത്തല വരെ ഉണ്ടാക്കിയ ആളാ. ഇപ്പൊ നെല്ലും ഉണ്ടാക്കാൻ പറ്റുന്നു ഇല്ല, ഒന്നും ഇവിടെ പറ്റുന്നില്ല. എന്ത് ഗുണമാണ് ഇതിനെ കൊണ്ട് കിട്ടുന്നത്? വർഷത്തിൽ 3 പ്രാവശ്യമെങ്കിലും നെൽകൃഷി ചെയ്തിരുന്ന വിരമിച്ച അധ്യാപകനായ നാരായണൻ രാവിലെയും വൈകിട്ടുമായി മോട്ടോർ വെച്ച് പമ്പ് ചെയ്ത് നനച്ചിട്ടും 1/2 ഏക്കറോളം സ്ഥലത്തെ നെൽകൃഷി വരൾച്ചയിൽ കരിഞ്ഞുണങ്ങിയ നിലയിലാണ്. പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ശേഖരിച്ച അത്യുൽപാദനശേഷിയുള്ള വിത്തിനമായ വൈശാഖാണ് കൃഷി ചെയ്തു വരുന്നതെന്നും നാരായണൻ പറയുന്നു. ഇപ്പോഴത്തെ സാധാരണ ഈ തടയണ ശരിയായ രീതിയിലായിരുന്നെങ്കിൽ നമുക്ക് വെള്ളത്തിന്റെ ലെവൽ ഉയർത്തിയിട്ട് ഈ പ്രദേശം ഈ പോർഷൻ തീർത്ത് കൃഷി ഉണ്ടാക്കാൻ സാധിക്കുകയായിരുന്നു. അതും സാധിക്കുന്നില്ല. അത് മാത്രമല്ല, പച്ചക്കറി കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് ഈ പച്ചക്കറി നനയ്ക്കാൻ വേണ്ടി വെള്ളം പിന്നെ എടുത്ത് പിന്നെ സ്റ്റെപ്പ് കയറി പോകാൻ കഴിയാത്തതുകൊണ്ട് അതും സാധിക്കില്ല. അപ്പൊ അത് ഇവിടെ ഒരു സ്റ്റെപ്പ് കൂടി വെച്ചിരുന്നെങ്കിൽ അവർക്ക് കർഷകർക്ക്, പച്ചക്കറി കർഷകർക്ക് കൃഷി നടത്താനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. കൃഷിക്ക് ആവശ്യമായ എല്ലാ സഹായത്തിനുമായാണ് കാപ്പിൽ പാടശേഖരത്തിനെ 2ആയി വിഭജിച്ചുകൊണ്ട് പന്തലായനി ബ്ലോക്ക് പഞ്ചായത്ത് തോട് നിർമ്മിച്ചത്. എന്നാൽ കൃഷിക്ക് ആവശ്യമായ ഒരു ഗുണവും കിട്ടുന്നില്ലെന്നും വേനൽക്കാല പച്ചക്കറി കൃഷി ചെയ്യാൻ പോലും കർഷകർക്ക് സാധിക്കാത്ത അവസ്ഥയാണെന്നും പരാതിയുണ്ട്. ഇപ്പം വെള്ളം നിൽക്കുന്നില്ല, വെള്ളം തീർത്തൊഴിഞ്ഞു പോവുക. ഇപ്പൊ കൃഷി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പറഞ്ഞപ്പോ കൃഷി ഉണ്ടാക്കാൻ ഉപകാരം ഉണ്ടായിരുന്നു. മറ്റിവിടെ നിറയെ കൃഷി ഉണ്ടാകുന്നതാ. ഇപ്പൊ പുഞ്ച കൃഷിക്കാരൊക്കെ ഉണ്ട്. ഇപ്പൊ എവിടെയെങ്കിലും ആരെങ്കിലും ഉണ്ടാക്കിക്കും? ആരും ഉണ്ടാക്കിയില്ല. മാത്രമല്ല വെള്ളം കയറാനുള്ള സംവിധാനം ഇല്ലാണ്ടായിപ്പോയി. വെള്ളം കയറാനുള്ള, ചുറ്റും കയറാനുള്ള ഒരു സംവിധാനമില്ല. കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിൽ ഈ പാടത്തും അധികകാലം കൃഷി തുടരാൻ സാധിക്കില്ലെന്നാണ് കർഷകർ പറയുന്നത്. ന്യൂസ് 18 കൊയിലാണ്ടി. വേനൽക്കാലത്തോടെ പ്രതിസന്ധിയിലാണ് പത്തനംതിട്ട, തിരുവല്ല, അപ്പർ കുട്ടനാട്ടിലെ നെൽ കർഷകരും. നദികളിലെ ജലനിരപ്പ് കുറഞ്ഞതും കുളങ്ങൾ വറ്റിവരണ്ടതും കൃഷിയെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ആശങ്ക. ജലാശയങ്ങൾ വറ്റിയതോടെ കൃഷിക്ക് ആവശ്യമായ വെള്ളം ലഭിക്കാത്തതാണ് കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. പത്തനംതിട്ടയിൽ ഏറ്റവും അധികം നെൽകൃഷിയുള്ള അപ്പർ കുട്ടനാടൻ മേഖല വരൾച്ചയുടെ പിടിയിലാണ്. പാടത്തേക്ക് വെള്ളം കിട്ടേണ്ട കുളങ്ങളെല്ലാം വറ്റിവരണ്ടു. പമ്പ, മണിമല ആറുകളിലും ജലനിരപ്പ് താഴ്ന്നതോടെ പാടശേഖരങ്ങളിൽ വെള്ളം കിട്ടാത്ത അവസ്ഥയായതോടെ നെൽകൃഷി ഇറക്കിയ കർഷകരാണ് ദുരിതത്തിലായിരിക്കുന്നത്. 110 ഏക്കർ പാടം ഈ പാടത്ത് കൃഷി നടക്കുന്നു, വർഷങ്ങളായിട്ട് നടക്കുന്നു. എന്നാൽ ഈ ഇരിങ്ങൽ പഞ്ചായത്തിൽ അപ്പർ കുട്ടനാട് മേലെ കടന്നു പോകുന്ന ന്യൂ മാർക്കറ്റ് കനാൽ, ഓൾഡ് മാർക്കറ്റ് കനാൽ എന്നീ 2 കനാലുകൾ തെളിക്കാതെ കാട് മൂടി കിടക്കുക. അതിനകത്ത് വെള്ളമില്ല. ഇപ്പം കൊയ്യാൻ വിതച്ചിട്ട് കതിര് പൊട്ടണമെങ്കിൽ വെള്ളം വേണം. വെള്ളമില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുമെന്നറിയാതെ കർഷകരാകെപ്പാടെ ബുദ്ധിമുട്ടുണ്ട്. മരുന്നടിക്കാൻ മരുന്ന് കമ്പനിക്കാരൻ വന്നിരിക്കുന്നു. വളവിടാൻ നോക്കിയിട്ട് വളവിടാൻ പറ്റുന്നില്ല. ഇപ്പോൾ കോഴിക്കോട് കക്കയത്ത് എബ്രഹാന്റെ മരണവുമായി ബന്ധപ്പെട്ട നടത്തിയ ചർച്ചയ്ക്ക് ശേഷം കോൺഗ്രസ് നേതാക്കൾ ഏറ്റവും പ്രതീക്ഷയില്ലാത്ത ഒരു നിരാശാജനകമായ മറുപടിയാണ് ജില്ലാ ഭരണകൂടം ലഭിച്ചിരിക്കുന്നത്. അതിൽ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുന്നു. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, ഇതിന് അനന്തര നടപടികൾ സ്വീകരിക്കാതെ ഇൻക്വസ്റ്റ് നടക്കില്ല, പോസ്റ്റ്മോർട്ടം നടക്കില്ല. ഇനിയൊരു ജീവൻ പോലും അവിടെ നിന്നും ഇങ്ങനെ നഷ്ടപ്പെടുന്നില്ല. ആ നിലപാടിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. പക്ഷെ ദൗർഭാഗ്യവശാൽ അത്തരം ഉത്തരവ് ഓർക്കാൻ കോഴിക്കോട് കാലത്ത് തയ്യാറല്ല. ഇല്ല, ഞങ്ങൾ പറഞ്ഞു എപ്പോൾ വിളിച്ചാലും ചർച്ചയ്ക്ക് വരാം. ഞങ്ങൾ വരാം. കർഷക സംഘടനകളുണ്ട്, ഞങ്ങളുണ്ട്, ഗവർണറുടെ ഫാദറുണ്ട്. എപ്പോൾ വിളിച്ചാൽ ചർച്ചയ്ക്ക് വരാം. അത്തരമൊരു അനുകൂലമായ നിലപാട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉടൻ വരും എന്ന പ്രതീക്ഷയിലും ആ വിളി വരുന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ ചർച്ച അവസാനം പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയത്. ഇത് കളക്ടറുടെ മാത്രം നിഷേധാത്മകമായ നിലപാടല്ല. അത് എംപിയുടെ സാന്നിധ്യത്തിൽ, ബഹുമാനപ്പെട്ട എംപിയുടെ സാന്നിധ്യത്തിൽ MK രാഘവൻ എംപി മുൻകൈ എടുത്തിട്ടാണ് രാവിലെ ചർച്ച നടത്തിയത്. അതിനുശേഷമാണ് ഓൺലൈൻ മീറ്റിംഗ് നടത്തുന്ന ശേഷം വിളിച്ചത്. കലക്ടർ വിളി വന്നതിന് ശേഷമാണ് ഞങ്ങൾ എത്തിയത്.
കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന ചർച്ച പരാജയമെന്നാണ് മനസ്സിലാക്കുന്നത്. പോസ്റ്റ്മോർട്ടം ഇനിയും വൈകാനുള്ള സാധ്യതയാണ് നിൽക്കുന്നത്. കുടുംബം മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ പോസ്റ്റ്മോർട്ടം നടപടികളുമായി സഹകരിക്കില്ല എന്നുള്ള നിലപാടിലാണ് നേതാക്കളുള്ളത്. ഇനി നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണത്തിന് ഇന്ന് റെക്കോർഡ് വില. സ്വർണം 22 ക്യാരറ്റിന് ഗ്രാമിന് 5945 രൂപ, പവന് 47,560 രൂപ. സ്വർണം 18 ക്യാരറ്റിന് ഗ്രാമിന് 4955 രൂപ, പവന് 39,640 രൂപ. വെള്ളി ഗ്രാമിന് 78 രൂപ, കിലോഗ്രാമിന് 78,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇതോടെ സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം. അതിരപ്പള്ളി